الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു വീട്ടിലും വിജയിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അഭിമുഖീകരിക്കുന്ന ശാരീരിക, മാനസിക, സാമൂഹിക, രാഷ്ട്രീയപരമായ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ച് തരുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി അള്ളാഹു നമ്മെ മരിപ്പിക്കുമാറാവട്ടെ. ബഹുമാനികളെ, വിശ്വാസികളുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട പല മൂല്യങ്ങളുമുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒന്ന് അമാനത്താണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസ്തത. ഒരാൾ നമ്മെ ഏൽപ്പിച്ച ഒരു കാര്യം വളരെ ഉത്തരവാദിത്തോടുകൂടി നിർവഹിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചുമതലകൾ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക, ചുമതലാ ബോധം ഉണ്ടാവുക, ചുമതലയെക്കുറിച്ച് ഉത്തരവാദിത്വം ഉണ്ടാവുക, അതാണ് അമാനത്ത്. വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സ്വത്ത് കൃത്യമായി ആരാണോ ഏൽപ്പിച്ചത് അയാൾ കൊടുക്കലാണ് അമാനത്ത്. ആ നിലയിൽ അമാനത്ത് എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കാത്തു സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ്. ഈ അമാനത്ത് വ്യക്തിപരമായ കാര്യങ്ങളിലും സാമൂഹികമായ കാര്യങ്ങളിലും കുടുംബപരമായ കാര്യങ്ങളിലുമൊക്കെ നാം പാലിക്കേണ്ടത് അനിവാര്യമാണ്. വിശ്വാസികളായ നാം നമ്മുടെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുമ്പോഴും പൊതുവായ ചുമതലകളിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുമ്പോഴും ഈ അമാനത്തിനെ കുറിച്ച് വളരെ കൃത്യമായി ആലോചിക്കണം. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സമയമാണ്. ഇതുപോലെ ധാരാളം ഇടങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പും ഭാരവാഹികളെ കാണുന്ന ജനറൽ ബോഡികളും മറ്റും നമ്മുടെ അനുഭവത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. അവിടെ ഒരു വ്യക്തിയെ നാം ഒരു സ്ഥാനത്തേക്ക് പിന്തുണക്കുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുക്കുന്നത് ഈ അമാനത്തിന്റെയും മൂല്യവിചാരത്തിന്റെയും ധാർമ്മികതയുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് ചുരുക്കം. നമ്മുടെ വോട്ടവകാശം എന്നത് കേവലമായ ഒരു ചടങ്ങല്ല, അത് കൃത്യമായ ഒരു ഉത്തരവാദപ്പെട്ട ചുമതലപ്പെട്ട കടമയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വോട്ടവകാശം നമ്മുടെ സാമൂഹികമായ ഇടപെടലിന്റെ, സാമൂഹിക ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. ആ ഒരു ബോധം വളരെ കൃത്യമായിട്ട് നമുക്ക് ഉണ്ടാകണം. നമ്മുടെ പ്രദേശത്ത് സാമൂഹികമായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന ഒരാളെ ആ ഉത്തരവാദിത്വത്തിലേക്ക് തെരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മുടെ വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ് എന്ന ചിന്ത നാം മറന്നു പോകാൻ പാടില്ല. തെരഞ്ഞെടുപ്പും ഇലക്ഷനും ഇതുമായി നാം ബന്ധപ്പെടുന്ന ഏത് കാര്യങ്ങളും നാളെ പരലോക നാളിലെ വിചാരണയിൽ നിന്ന് ഒഴിവല്ല എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനവും റബ്ബ് സുബ്ഹാനഹു വ തആല മറക്കുകയില്ല. നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തിക്കും കൃത്യമായി ഉത്തരം പറയേണ്ട ഒരു സ്ഥലമുണ്ട്, അതാണ് പരലോകം.
അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതൊരു ഇടപെടലും, ഏതൊരു ഇലക്ഷനും, ഏതൊരു സെലക്ഷനും നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുമെന്നൊരു ബോധത്തോടു കൂടിയായിരിക്കണം നാം പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലെ, രാഷ്ട്രീയ വിചാരത്തിലെ, ഇലക്ഷനിലെ, തെരഞ്ഞെടുപ്പിലെ ഓരോ കാര്യങ്ങളിലും നേരും നെറിയും നാം തിരിച്ചറിയേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളില്, അതിലെ ഇടപെടലുകളില് നീതിയും സത്യസന്ധതയും ധാർമ്മികതയും രാഷ്ട്രീയ മര്യാദകളുമൊക്കെ എല്ലാവരും പരിഗണിക്കണം. അത് ഒരു വിശ്വാസിയുടെ ചുമതലയാണ്, വിശ്വാസിയുടെ കടമയാണ്. തെരഞ്ഞെടുപ്പുമായിട്ട് നമുക്കെന്ത് ബന്ധം? ഇലക്ഷനുമായിട്ട് പള്ളിക്കെന്ത് ബന്ധം? പള്ളി ഖത്തീബിനെന്ത് ബന്ധം എന്നുള്ള ചോദ്യം പ്രസക്തമല്ല. നേരെമറിച്ച് നമ്മുടെ ജീവിതം, വ്യവഹാരങ്ങൾ, നമ്മുടെ സാമൂഹിക ജീവിതങ്ങൾ, എല്ലാ കാര്യങ്ങളിലും കൃത്യമായി നിർദ്ദേശിക്കപ്പെട്ട ഒരു സമുദായമാണ്, ഉമ്മത്താണ് നമ്മൾ എന്ന കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. നമുക്കൊക്കെ രാഷ്ട്രീയങ്ങൾ ഉണ്ടാകാം, രാഷ്ട്രീയ ചേരികളും ചിന്താഗതികളൊക്കെ ഉണ്ടാകാം, അതൊക്കെ ആകാം. പക്ഷേ അവിടെ മതമൂല്യങ്ങൾക്കും ധാർമ്മികതയ്ക്കും വ്യക്തിപരമായ അല്ലെങ്കിൽ കുടുംബപരമായ ബന്ധങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വ്യക്തിഹത്യകൾ നടത്തി വ്യക്തിബന്ധങ്ങൾ ശിഥിലമാകാൻ പാടില്ല. കുടുംബ കലഹങ്ങൾ ഉണ്ടാകാൻ പാടില്ല. സഹോദരനുമായി അനൈക്യവും അകൽച്ചയും ഉണ്ടാകാൻ പാടില്ല. ഏഷണയും പരദൂഷണവും പറയാതിരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഒരാളും മറ്റൊരാളെ പരിഹസിക്കാൻ പാടില്ല. രാഷ്ട്രീയമല്ലേ, ആ രാഷ്ട്രീയമാകുമ്പോ എതിരാളികളെ കുറിച്ച് എന്തും പറയാം, എന്തും പ്രചരിപ്പിക്കാം എന്ന ഒരു സ്വഭാവമാണ്, ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ. അങ്ങനെ ഒരു ധാരണ. രാഷ്ട്രീയത്തിലാകുമ്പോ എന്ത് ഏഷണയുമാകാം, എന്ത് പരദൂഷണവുമാകാം. ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാം, ചെയ്ത കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയാം, നുണ പറയാം എന്നൊക്കെയാണ് രാഷ്ട്രീയത്തിലെ വെപ്പ്. ഒക്കെ രാഷ്ട്രീയത്തിൽ അങ്ങനെ വെപ്പുണ്ടായിക്കോട്ടെ. പക്ഷെ മൂല്യബോധമുള്ള, മൂല്യവിചാരമുള്ള, ധർമ്മനിഷ്ഠയുള്ള, സത്യവിശ്വാസിയായ ഒരാൾക്ക് അങ്ങനെ ചെയ്യാനോ പറയാനോ പാടില്ല എന്ന ബോധം നമുക്കുണ്ടാകണം. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സ്ത്രീകളെ പോലും അപവാദം പറയുന്ന പ്രവണത നമ്മുടെ നാട്ടിലുണ്ട്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വ്യക്തിഹത്യ നടത്തുക, വ്യഭിചാരാരോപണം നടത്തുക. വിശുദ്ധ ഖുർആന് വ്യഭിചാരാരോപണം നടത്തുന്നത് സബഉൽ മുബിഖാത്തിലാണ് എണ്ണിയിരിക്കുന്നത്. ഒരു പെണ്ണിനെ കുറിച്ച്, നിരുപദ്രവകാരിയായ നല്ലൊരു പെണ്ണിനെ കുറിച്ച് ഒരാൾ അപവാദം പറഞ്ഞാൽ അത് 7 വൻപാപങ്ങളിൽ പെടും എന്നാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ആളിനെ കുറിച്ചും അങ്ങനെ തന്നെയാണ്. ഇല്ലാത്ത കാര്യം ഒരാളെ കുറിച്ച് പറയാൻ പാടില്ല. എന്താണ് പറയുന്നതിന്റെ പിന്നിലെ ചേതോവികാരം? രാഷ്ട്രീയമാണ്, പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സും രാഷ്ട്രീയവും ഒക്കെ നമുക്കുണ്ടെങ്കിലും വ്യക്തിഹത്യകൾ പാടില്ല. അതുമൂലം വ്യക്തിപരമായ ബന്ധങ്ങൾ ശിഥിലമാകാൻ പാടില്ല, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അതാണ് നമ്മുടെ മൂല്യ വിചാരം, അതാണ് നമ്മുടെ ധാർമ്മിക വിചാരം. അങ്ങനെയാകണം. നമുക്ക് പരലോക വിജയമാണ് വലുത്. പരലോക വിജയത്തെക്കുറിച്ച്, പരലോക ചിന്തയെക്കുറിച്ച് അതിനാണ് നാം മുൻഗണന കൊടുക്കേണ്ടത്. പരലോകം തകർക്കുന്ന രാഷ്ട്രീയമോ പാർട്ടി സ്പിരിറ്റോ അല്ലെങ്കിൽ എതിരാളികളെ ഇല്ലാതാക്കലോ ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല. നാം ആഗ്രഹിക്കുന്ന പാർട്ടിക്കാൻ അധികാരം വാങ്ങിക്കൊടുക്കുന്നത് നമ്മുടെ പരലോക വിജയം കളഞ്ഞിട്ടാവരുത് എന്ന് ചുരുക്കം. ദുനിയാവിന് വേണ്ടി സ്വന്തം പരലോകം നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഒരു സാഹചര്യത്തിന്റെ ഒരു തേട്ടമായി, സാഹചര്യത്തിന് അനുസൃതമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. അധികാരങ്ങളും ചുമതലകളും പ്രാപ്തരായ ആളുകളെ ഏൽപ്പിക്കുക എന്നുള്ള വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടോ എന്ന ചോദ്യമാണ് നമ്മൾ ആലോചിക്കുന്നത്. വളരെ കൃത്യമായി നമുക്കതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ കൽപ്പന നോക്കൂ നിങ്ങൾ. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. തീർച്ചയായും അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു അൻ തുഅദ്ദുൽ അമാനാത്ത്, അമാനത്തുകൾ നിങ്ങൾ നിർവഹിക്കണം.
ആർക്ക്? ഇലാ അഹ്ലിഹ, അവകാശികൾക്ക്, അർഹരായ ആളുകൾക്ക്. ഒരു വ്യക്തി അർഹനാണോ എങ്കിൽ അവനാണ് നിങ്ങളുടെ അമാനത്ത് നിർവഹിക്കേണ്ടത്. ഒരു വ്യക്തിയെ സ്ഥാനത്തേക്ക് നമ്മൾ കയറ്റുമ്പോ ആ സ്ഥാനത്തിന് അവൻ അർഹനാണോ എന്ന് നമ്മൾ ആലോചിക്കണം എന്നതാണ്. ആരോ ആകട്ടെ, ഞാനൊരു ചടങ്ങ് നിർവഹിക്കുന്നു എന്നുള്ളതല്ല, അതിനെക്കുറിച്ച് അവയെക്കുറിച്ച് വളരെ കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം. നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുമ്പോ, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പുറപ്പെട്ട് കാര്യങ്ങൾ നിർവഹിക്കുമ്പോ, നിങ്ങളുടെ നീതിയോടുകൂടി മാത്രമേ, സത്യത്തോടുകൂടി മാത്രമേ സത്യത്തോടുകൂടി മാത്രമേ നിങ്ങൾ പ്രവർത്തിക്കാവൂ. അല്ലാഹു തആല നടത്തുന്ന ഉപദേശം എത്രമാത്രം സുന്ദരമായ ഉപദേശമാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി അല്ലാഹു തആല അറിയുന്നു, അല്ലാഹു തആല കാണുന്നു. ഇത് നമ്മോട് പറഞ്ഞതാണ് പടച്ചവൻ. അപ്പോ നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ പ്രദേശത്ത് നാം നിർവഹിക്കുന്ന ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ട് ആലോചനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നിർവഹിക്കണം. ഈ ഒരായത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇമാം ത്വബരി ജാമിഉൽ ബയാനിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ എന്ന് പറഞ്ഞാൽ, ഈ അമാനത്ത് എന്ന് പറഞ്ഞാൽ, ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ 3 തരം ഉത്തരവാദിത്വമായിട്ടാണ് അവിടെ പറയുന്നത്. ഒന്ന്, പൊതുവായ അമാനത്ത്, അഥവാ എല്ലാ ദീനീപരമായ കാര്യങ്ങളിലും നമുക്കുള്ളൊരു ഉത്തരവാദിത്വമുണ്ട്. നിസ്കാരം ആ ഉത്തരവാദിത്വമാണ്, നോമ്പ് ഉത്തരവാദിത്വമാണ്, സക്കാത്ത് ഉത്തരവാദിത്വമാണ്, ഫുറൂദിയായ ഒരു ഉത്തരവാദിത്വമാണ്. അദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വിശദീകരണം ഇമാം ത്വബരി അങ്ങനെയാണ് പറയുന്നത്. രണ്ടാമതോ, ജനങ്ങളുമായുള്ള അമാനത്ത്, ജനങ്ങളുമായുള്ള വ്യവഹാരങ്ങൾ, ധന ഇടപാടുകൾ, വസ്തുവകകളുടെ കൈമാറ്റലുകൾ, ജനങ്ങളുമായുള്ള രഹസ്യം സൂക്ഷിക്കല്, അവരുമായുള്ള കരാറുകൾ, നേരത്തെ പറഞ്ഞതൊക്കെ അതിൽ പെടും. ഒരു വ്യക്തിയെ കുറിച്ച് ഹത്യ നടത്താൻ പാടില്ല, അത് ജനങ്ങളുമായുള്ള ഒരു അമാനത്താണ്. സ്വന്തം സഹോദരനെ കുറിച്ച് ഇല്ലാത്തത് പറയാൻ പാടില്ല, അത് മറ്റൊരു മനുഷ്യനുമായുള്ള അമാനത്താണ്. മറ്റൊരു വ്യക്തി ചെയ്ത നന്മകൾ, ആ നന്മകൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. ഒരാളങ്ങനെ നടിച്ചാൽ അത് അമാനത്തിന്റെ ലംഘനമാണ്. അങ്ങനെ വ്യക്തിപരമായി ഫുറൂദിയായ കാര്യങ്ങൾ, ഫർളാക്കപ്പെട്ട കാര്യങ്ങളിൽ അമാനത്തുള്ളത് പോലെ ജനങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അമാനത്തുണ്ട്. അതാണ് അദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ എന്ന് പറയുന്നത്. മൂന്നാമത് ഭരണപരമായ അമാനത്താണ്, വിലായത്ത്. നമ്മൾ ഒരു സ്ഥാനത്തേക്ക് ഒരാളെ നിയമിക്കുമ്പോൾ, അത് പള്ളി കമ്മിറ്റി ആണെങ്കിലും കുഴപ്പമില്ല, ജമാഅത്ത് കമ്മിറ്റി ആയാലും കുഴപ്പമില്ല, വേറെ എന്തെങ്കിലും സംഘടനാ സംവിധാനങ്ങളായാലും കുഴപ്പമില്ല, കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളായാലും കുഴപ്പമില്ല, പാർലമെന്റിലേക്കായാലും കുഴപ്പമില്ല, നിയമസഭയിലേക്കായാലും കുഴപ്പമില്ല, വാർഡിലേക്കായാലും കുഴപ്പമില്ല, അതേപോലെ തന്നെ പഞ്ചായത്തിലേക്ക്, എവിടെയാണെങ്കിലും ഭരണപരമായ ഒരു ഉത്തരവാദിത്വ ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം എന്നാണ് അദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ അങ്ങനെ മഹാനായ ത്വബരി റളിയല്ലാഹു അൻഹു വ്യാഖ്യാനം കൊടുക്കുന്നത്. ഈ ആയത്തിലെ പ്രധാന വിഷയങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ്. ഒരു ഭരണാധികാരി തന്റെ ഭരണപരമായ അധികാരങ്ങൾ, ഉദ്യോഗ പദവികൾ, രാജ്യത്തിന്റെ ചുമതലകൾ എന്നിവയെല്ലാം ഭരണീയർക്ക് വളരെ നീതിയുക്തമായിട്ട് അയാൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്തു കൊടുക്കുമെന്ന് ബോധ്യപ്പെട്ട ഒരാൾക്ക്, നമുക്ക് ബോധ്യപ്പെട്ട ഒരാൾക്ക്, എനിക്ക് ബോധ്യപ്പെട്ട ഒരാൾക്ക് ഞാൻ കൊടുക്കണമെന്നാണ് ഇസ്ലാമിന്റെ താല്പര്യം. അപ്പോ എനിക്ക് ബോധ്യപ്പെടണം, അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് ഞാൻ പഠിക്കണം. പൊളിറ്റിക്സ് എന്നുള്ളത് കുറെ ആളുകൾക്ക് മാത്രം ഉള്ളതല്ല, അത് ഒരു കൂട്ടം ആളുകൾക്കുള്ള സാധനമല്ല. നമ്മളൊക്കെ പൊളിറ്റിക്സിന്റെ ഭാഗമാണ് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയത്തെക്കുറിച്ച്, രാഷ്ട്രത്തെക്കുറിച്ച്, ഇവിടെ നടക്കുന്ന സംഭവവികാസങ്ങളെ കൃത്യമായ ബോധം നമുക്കുണ്ടാവുകയും ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ വിധി നിർണയങ്ങൾ ഉണ്ടാകേണ്ടത്, ഇലക്ഷനും സെലക്ഷനും ഉണ്ടാകേണ്ടത്. ജനാധിപത്യ സംവിധാനത്തിൽ, അഥവാ ജനങ്ങൾക്ക് തീരുമാനിക്കാനും നിർണയിക്കാനും പഴുതുള്ള നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഓരോ വ്യക്തിക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് അഹ്ലിഹ എന്ന് പറഞ്ഞത്. ആ ജോലി ചെയ്യുവാനും അതിൽ നീതി നടപ്പാക്കാനും അതിന്റെ ബാധ്യതകൾ പൂർത്തിയാക്കാനും ഏറ്റവും കഴിവുള്ളവൻ ആരാണോ അവൻ നമ്മൾ പിന്തുണക്കണം, സഹായിക്കണം. കഴിവില്ലാത്തവനെ ആ പദവി ഏൽപ്പിക്കരുത്. അത് എന്റെ പാർട്ടിക്കാരനായാലും എന്റെ കുടുംബക്കാരനായാലും ആരായാലും എന്നാണ് നീതിയുള്ള മതമായ വിശുദ്ധ ഇസ്ലാം പറയുന്നത്.
നീതി മാത്രം പറയുന്ന വിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനെ ആലോചിച്ച് നോക്കൂ, അവിടെ നന്മകൾ മാത്രമാണ് വളരുക, നന്മയുടെ ആളുകൾ മാത്രമാണ് അധികാരത്തിലേക്ക് വരിക. ഈ ഒരു ഈ ഒരു ചിന്താഗതിയാണ് യഥാർത്ഥമായി വിശ്വാസിക്കുണ്ടാകേണ്ടത്. അതോടൊപ്പം തന്നെ ഓരോ ഭരണാധികാരികൾക്കും ഉണ്ടാകേണ്ട സുപ്രധാനമായ ഗുണങ്ങൾ ഏതാണെന്നും ഖുർആന്റെ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ പറയുന്നു, അശ്ശൂറ കൂടിയാലോചന വേണം, വഅംറുഹും ശൂറാ ബൈനഹും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ പരസ്പരം ചർച്ച നടത്തി ചെയ്യണമെന്നാണ് ഖുർആൻ പറയുന്നത്. 42:38 എന്ന് വെച്ചാൽ കാര്യങ്ങൾ ജനാധിപത്യപരമായി ജനങ്ങളുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുന്ന ഒരു ടെൻഡൻസി ഉള്ള ഒരു സ്വഭാവമുള്ള നല്ല നേതാവിനായിരിക്കണം നിങ്ങൾ പിന്തുണക്കേണ്ടത്. ഏകാധിപത്യ പ്രവണതയുള്ള നേതാക്കന്മാരെ, അതേപോലെ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങളുള്ള നേതാക്കന്മാരെ, അതല്ല എങ്കിൽ സ്വജനപക്ഷപാതം കാണിക്കുന്ന നേതാക്കന്മാരെ, വർഗീയ ചേരിവ് തെളിയിക്കുന്ന നേതാക്കന്മാരെ അങ്ങനെ നിങ്ങൾ പിന്തുണക്കാൻ പാടില്ല. ആളുകളുമായി കൂടിയാലോചന നടത്തുന്ന ആളുകളെ. വഅംറുഹും ശൂറാ ബൈനഹും. അതുപോലെ തന്നെ ഇന്ന ഖൈറ മൻ ഇസ്തഅജറൽ ഖവിയുൽ അമീൻ 26:27 ഖുർആൻ കാണാൻ സാധിക്കും. നിങ്ങൾ ചുമതല ഏൽപ്പിക്കുന്നത് യോഗ്യതയുള്ള ആളായിരിക്കണം, വിശ്വസ്തനായ ആളായിരിക്കണം. അപ്പോ നമ്മുടെ നാട്ടിൽ, നമ്മുടെ പ്രദേശത്ത് അങ്ങനെ ഉള്ളതിൽ ആരാണ് അങ്ങനെ എന്ന് നമ്മൾ സ്വന്തം ആലോചിക്കണം. എന്നിട്ടായിരിക്കണം നമ്മുടെ മനസാക്ഷിയുടെ അംഗീകാരം നമ്മൾ അവിടെ വകവെച്ച് കൊടുക്കേണ്ടത്. അതുപോലെ ഈ അമാനാത്തുകൾ കൃത്യമായി നിങ്ങൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. അതുകൊണ്ട് തന്നെ ഷൂറയുടെ ഒരവസ്ഥയുള്ള കൂടിയാലോചനകൾ നടത്തുന്ന, നീതി നടപ്പിലാക്കുന്ന, അമാനത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന നല്ല നല്ല രാഷ്ട്രീയ നേതൃത്വങ്ങളുണ്ട്, സാമൂഹികമായ നേതൃത്വമുണ്ട്, സാമുദായികമായ നേതൃത്വമുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ കൂടുതൽ താല്പര്യം കാണിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. നാടിന്റെ നന്മ ലക്ഷ്യം വെക്കുന്ന, മനുഷ്യർക്കിടയിൽ ഐക്യം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, മനുഷ്യർക്കിടയിൽ വിഭജനം ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള ആളുകൾ നമ്മൾ പിന്തുണക്കണം. നേരെ മറിച്ച് ചിത്രതയും അക്രമവും അരാജകത്വവും ഏകാധിപത്യവും ഒക്കെ വെച്ച് പുലർത്തുന്ന ആളുകളാണെങ്കിൽ, എന്റെ കുടുംബമാണെങ്കിലും എന്റെ രാഷ്ട്രീയമാണെങ്കിലും എന്റെ മഹല്ലുകാരനാണെങ്കിലും എന്റെ സ്വന്തക്കാരനാണെങ്കിലും എന്റെ ഭാര്യയാണെങ്കിൽ പോലും അവിടെ നീതി മാത്രമാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നമ്മുടെ നാട്ടിൽ നടപ്പെന്താണ്? നമ്മുടെ നാട്ടിൽ നടപ്പ് അങ്ങനെയല്ല എന്നുള്ളത് കൊണ്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു കാര്യം നമ്മൾ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇൻ അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസികും. നിങ്ങൾ നന്മയായാൽ നിങ്ങൾക്ക് നന്മ ഉണ്ടാവും, നിങ്ങൾ തിന്മയായാൽ നിങ്ങൾക്ക് തിന്മ ഉണ്ടാവുകയില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാടിന്റെ വികസനവും നന്മയും ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കുന്ന ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്ന സമയത്ത് നാടിന്റെ നന്മ, ആ നാടിന്റെ നന്മയായിരിക്കണം നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. പ്രശ്നസങ്കീർണമായി രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ വിശ്വാസിയുടെ ചെറിയ നിലപാടുകൾ പോലും ഏറെ പ്രസക്തമാണ് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഉണ്ട്, ഇദാ തനാഫറതു ഖുലൂബുക്കും, നിങ്ങൾക്കിടയിലുള്ള പൊരുത്തങ്ങൾ, ഇഷ്ടങ്ങൾ പരസ്പരം നഷ്ടപ്പെട്ടു പോയാൽ, വനുസിഅത മിൻകുമുൽ ബറകത്തു, പരസ്പരമുള്ള കരുതലുകൾ നിങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയാൽ, വലബിസ്തും ശിഅം വഫുരിഖ ബൈനകും, കക്ഷിത്വവും വിഭാഗീയതയും നിങ്ങൾക്കിടയിൽ ഉണ്ടായാൽ, സല്ലല്ലാഹു അലൈക്കും ശറാറക്കും, ഏറ്റവും ദുർഭരണാധികാരിയായിരിക്കും നിങ്ങളെ ചുമതലയേൽക്കുക. സല്ലല്ലാഹു അലൈഹി, നിങ്ങളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആധിപത്യം പുലർത്തിപ്പിക്കുന്നത് ശിറാറക്കും, ഏറ്റവും ശർറുള്ള തിന്മയുടെ വാഹകരായിരിക്കും എന്നാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ആലോചനയിലും, ഓരോ ചിന്തയിലും, ഓരോ നിമിഷത്തിലും ഈ നന്മയെ കുറിച്ച് നാം ആലോചിക്കണം. നന്മയ്ക്ക് വേണ്ടി നാം നിലകൊള്ളണം. നന്മ പ്രവർത്തിക്കുന്നവർക്ക് നാം സപ്പോർട്ട് ചെയ്യണം. ഒരു കാരണവശാലും ആ രാഷ്ട്രീയവാദം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ ബോധം നമ്മൾ ശക്തിപ്പെടുത്തണം. നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു സന്നദ്ധതയും ഒരു ത്വരയും നമ്മുടെ ഭാഗത്തുണ്ടാക്കണം. ഈ രൂപത്തിൽ നാം നമ്മുടെ സാമൂഹികമായ അന്തരീക്ഷത്തെ നോക്കിക്കാണുകയും നമ്മുടെ ഉത്തരവാദിത്വം വളരെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുമ്പോൾ മനസ്സാക്ഷിയുടെ അംഗീകാരങ്ങൾ മനസ്സാക്ഷി കുത്തില്ലാതെ നാം നിർവഹിക്കുന്ന സമയത്ത് നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കും. നമ്മുടെ ഓരോ നിമിഷങ്ങളും, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നാളെ റബ്ബ് ചോദിക്കും എന്ന് ഖുർആൻ തന്നെ പറയുമ്പോ
ഒന്നിനും ആ ചോദ്യം ഇല്ലാതിരിക്കില്ല എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഉത്തമ ബോധ്യത്തോടുകൂടി, ഉത്തമ വിശ്വാസത്തോടുകൂടെ ഈ കാര്യങ്ങളൊക്കെ നാം ആലോചിക്കുക. വളരെ കൃത്യമായി ഇടപെടലുകൾ നമ്മൾ നടത്തുക, നന്മയ്ക്ക് വേണ്ടി നാം നിലകൊള്ളുക, നന്മയെ നാം വിജയിപ്പിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മക്ക് കൂട്ടു നിൽക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തിന്മയെ ഈ നാട്ടിൽ നിന്ന് പൂർണ്ണമായി നശിപ്പിക്കുമാറാവട്ടെ. നല്ല സ്ഥാനീയരായ, ജനങ്ങളോട് കൃപയുള്ള, ജനങ്ങളോട് സ്നേഹമുള്ള, ഭരണീയരെ സേവിക്കുന്ന നല്ല സേവകരെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ നാട്ടിനെ സമ്പന്നമാക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.